ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസുകൾ വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മുടെ KEE എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റെ സിലബസ് മനസ്സിലാക്കിയിരിക്കണം. പ്രീവിയസ് ഇയറിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്, അതിൻ്റെ ലെവൽ എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണോ അതല്ല സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകളാണോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളാണോ, ഇത് മനസ്സിലാക്കി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ പല ലെവലിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിച്ച ലെവലിലേക്കാരം അതിനേക്കാളും കൂടുതൽ ലെവലിലായിരിക്കും എക്സാമിന് ചോദിക്കുക. ചിലപ്പോൾ നമ്മൾ വലിയ ലെവലിൽ പഠിക്കും, പക്ഷേ എക്സാമിന് എന്തായിരിക്കും കുറച്ചും കൂടെ സിമ്പിളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, PSC പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കഴിഞ്ഞ KEE 2022 നടന്നിട്ടുള്ള വാട്ടർ അതോറിറ്റി എയുടെ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. നമ്മളിതിൻ്റെ സിലബസിൽ വരുന്നത് 25 മാർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, 25 മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 25 മാർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബാക്കി 25 മാർക്ക് എങ്ങനെയാണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 25 ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ അത് ഇതിന് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും, സിവിലുകാർക്കും മെക്കാർക്കും കെമിക്കലുകാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 2022 നടന്നിട്ടുള്ള വാട്ടർ അതോറിറ്റി എയുടെ മെക്കാനിക്കൽ 25 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കുറച്ച് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. കാരണം ഒറ്റ പാർട്ടിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുക്കാതെ നമ്മളിതാ ആദ്യത്തെ പാർട്ടിൽ ഞാനിതാ ആദ്യം ആ 25 ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ, ഓക്കെ, ആ 25 ആദ്യത്തെ 5 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് 2ലും 3ലും ഓരോ പാർട്ടിലും 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെക്കാനിക്കലിൽ ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക ഏത് രീതിയിലാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ആ ഒരു ടഫ്നെസ് എത്രത്തോളമാണ്. അതായത് ഡയറക്റ്റ് നമ്മളൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്ന് ബുക്ക് വായിച്ച് നോട്ട് എഴുതിയാൽ കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടിയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണോ. ഇനി ന്യൂമറിക്കൽ ആണെങ്കിൽ ഏത് രീതിയിൽ എത്രത്തോളം ലെവലിലാണ് നമുക്ക് ആ ന്യൂമറിക്കൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നാണ്. അതായത് നമുക്ക് 3 മാർക്കോളം നമുക്ക് വരുന്നത് നമ്മൾ ആ സിലബസിൽ ആദ്യത്തെ 3 മാർക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഐ തിങ്ക് 5 മാർക്കോ സംതിങ് ആണ് നമുക്ക് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ 3 ക്വസ്റ്റ്യൻസുകൾ അല്ലേ, നമ്മൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലെ ക്വസ്റ്റ്യൻസുകൾ. എയിൽ നമ്മളെ 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് നമ്മൾ 1 മുതൽ 25 വരെ സിവിലായിരുന്നു, 26 മുതൽ 50 വരെ ആ 25 ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഏത് മെക്കാനിക്കൽ. അപ്പോൾ അതിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മെക്കാനിക്കലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതായിരുന്നു. നമ്മൾ ഇപ്പോൾ മെക്കാനിക്സിൻ്റെ ക്ലാസ്സുകൾ എസ്പെഷ്യലി എനിക്ക് ഉറപ്പ് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്നവരാണെങ്കിൽ നമ്മളിതാ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. ഡിറ്റോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ സിമ്പിളാണ്. ഇനി അതല്ല ചെയ്യാത്തവരാണെങ്കിലും ആ ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെയാണ്, നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്: the resultant force of 2 equal forces P is also equal to P. അപ്പോൾ 2 ഫോഴ്സുകൾ അല്ലേ, നമുക്കറിയാം 2 ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, P എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൻറ്റും എന്താണെന്നാണ് പറയുന്നത്. ഞാൻ ഈ വരച്ച പോലെയല്ല, പക്ഷേ നമുക്ക് ആദ്യം അറിയില്ല എത്രയാണ് ആംഗിൾ എന്നുള്ളത്. അതിൻ്റെ റിസൾട്ടൻറ്റും എന്താണെന്നാണ് പറയുന്നത്, റിസൾട്ടൻറ്റും P ആണെന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ, ആ 2 ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to root of P² + Q² + 2PQ cos θ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ എല്ലാ ടൈമിലും നമ്മൾ പറയുന്ന കാര്യമാണ്, ഇതൊരു ഹോട്ട് ടോപ്പിക് ആണെന്നുള്ളത്. കാരണം നമുക്ക് ഈ ഒരു സിലബസ് മെക്കാനിക്സിൽ ഈ ഒരു ഫോഴ്സിൻ്റെ സിലബസ് വരുന്ന മിക്കവാറും എല്ലാ എക്സാംസുകൾക്കും നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ സിമ്പിൾ, പക്ഷേ വളരെ സിമ്പിളാണ് അല്ലേ. ഒരു ഓവർസിയർ ലെവലിലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഗ്രേഡ് 1 ലെവലെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ റിസൾട്ടൻ്റ് ഇവിടെ ഏതാ, P അല്ലേ, P ആണ് റൂട്ട് ഓഫ്. ബാക്കി നമുക്കറിയാം ഫോഴ്സുകളും ഏതാണ്, P തന്നെ. അപ്പോൾ Qക്കും ഞാൻ P എന്ന് കൊടുക്കുന്നു, 2P × P എന്ത് എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. ആ തീറ്റ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ആ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ തീറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് അതിന് തീറ്റ കണ്ടുപിടിക്കുക, അതിന് എങ്ങനെയാണ് നമ്മൾ ആ തീറ്റ കണ്ടുപിടിക്കുക, നമ്മൾ എന്ത് 2 ഭാഗം സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം P² = P², അപ്പോൾ P² = P² + 2P², 2P² × cos θ, 2P² × cos θ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് P² ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 2 + 2 cos θ എന്ന് കിട്ടും, 2 + 2 cos θ. P² P² ക്യാൻസൽ ചെയ്യാലോ, P² P² ക്യാൻസൽ ചെയ്താൽ നമുക്ക് എഴുതാം 2 cos θ = ആ 2നെ ഇങ്ങോട്ട് എടുത്താലും -2. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം 2 cos θ നമുക്കിത് അവിടെ
2p കോസ് സ്ക്വയർ തീറ്റ അല്ലേ, 2p അല്ല നമ്മൾ പറഞ്ഞത് ഏതാണ് നമുക്ക് വരുന്നത്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ തന്നെയാണ്, 2pq കോസ് തീറ്റ തന്നെയാണ്. സോ അപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് അപ്പോൾ നമുക്ക് 1 = ഇവിടുന്ന് 2 ഔട്ട്സ് എടുത്താൽ ബാക്കി നമുക്ക് ഏതാ വരാം, 1 + കോസ് തീറ്റ എന്ന് വരും, 1 + കോസ് തീറ്റ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഏത് വരാം, 1 + കോസ് തീറ്റ = 1 + കോസ് തീറ്റ = 1/2 ആൻഡ് കോസ് തീറ്റ എന്താണ്, കോസ് തീറ്റ ആ 1 അങ്ങോട്ട് പോയാൽ -1/2 എന്ന് കിട്ടും. കോസ് തീറ്റ നമുക്ക് -1/2 കിട്ടുന്ന എത്രയാ, 120 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. തീറ്റ എന്താണ് കിട്ടുന്നത് നമുക്ക്, 120 ഡിഗ്രി. ഇനി ഇങ്ങനെയല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, 2 ഈക്വൽ ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് ഇക്വേഷൻ 2p cos θ/2 എന്ന് പറഞ്ഞിട്ട്, 2p cos θ/2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. അതിലോട്ട് നിങ്ങൾക്ക് കൊടുക്കാം, ഇവിടെ ആർ എത്രയാ, p ആണ്, p = 2p cos θ/2. ആ 2p ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, cos θ/2 = 1/2 എന്ന് കിട്ടും. cos θ/2 1/2 ആണെങ്കിൽ θ/2 = 60 ഡിഗ്രി ആൻഡ് തീറ്റ എത്രയാ, 120 ഡിഗ്രി ആൻഡ് തീറ്റ = 120 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. നമുക്ക് ഏതാണ് ആൻസർ കിട്ടുക, 120 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ KWA ഒക്കെ പഠിക്കാനിരിക്കുന്നവർ, മെക്കാനിക്കൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് ഈ മെക്കിൽ 25 ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ലെവലിൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു, 26 കഴിഞ്ഞു. 27th ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഒരു ഓവർസിയർ ഗ്രേഡ് 3 ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഓവർസിയറിന് ഒരുപാട് പ്രീവിയസ്ലി തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ മൊമെന്റ് ഓഫ് ഫോഴ്സിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാ, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ആൻഡ് എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, സീക്കോട്ട് നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ന്യൂട്ടണും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ എന്താണ് വരിക, ന്യൂട്ടൺ മീറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്, ബി ആണ് വരിക, ന്യൂട്ടൺ മീറ്റർ. കാരണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ സിമ്പിൾ, ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ 2 ക്വസ്റ്റ്യൻ എന്താ ഇനി വരുന്നതാണ്, മെക്കാനിക്സിൽ അല്ലെങ്കിലും സിമ്പിളാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി ആണ്, ഇതിൻ്റെ ആൻസർ ഏതാണ്, ബി ആണ് വരുന്നത്. നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 28th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ആ എക്സാമിൽ കൺഫ്യൂഷനായി ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കറക്റ്റ് ഏതാണ് ഒരു ആൻസർ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 ഫോഴ്സ് ആണ്, ABC. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 4 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ. ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ആർ ഇൻ ഈക്വിലിബ്രിയം അല്ലേ, ഏതോ ഒരു പാർട്ടിക്കിളാണ്, ഓൺ എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത് ഈക്വിലിബ്രിയത്തിലാണ്. ഒറ്റ പാർട്ടിക്കിളിൽ ഈ 3 ഫോഴ്സ് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കൺകറന്റ് ഫോഴ്സ് അല്ലേ, കൺകറന്റ് ഫോഴ്സ് ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് ഏത് പറയാമെന്നുള്ളതാണ്. എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എടോ എയും ബി, ഇപ്പോൾ ഞാനൊരു ബോഡി എടുത്തു. അപ്പോൾ നമ്മൾ പറയുന്നത് 4 ന്യൂട്ടൺ ഇങ്ങനെ, 6 ന്യൂട്ടൺ ഇങ്ങനെ എടുത്താൽ നമുക്ക് പറയാം അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തുണ്ടാവും, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്തായാലും ഉണ്ടാവും അല്ലെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ 10 കൂടെ വരുമ്പോൾ അത് ഈക്വിലിബ്രിയത്തിലാവില്ല. അല്ല 10 അല്ല, കാരണം എന്താ വെച്ചാൽ എന്താ 4ൻ്റെ 6ൻ്റെ എന്തല്ല 10 അല്ല വരുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ ബി ഈസ് നോൺ കോപ്ലാനർ. അത് നമുക്ക് ഈ ഒരു വാല്യൂസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ 6ഉം 4ഉം 10ഉം ആണെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ ഒരു കോമൺ നോളേജ് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും 4 + 6 ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡിയിൽ ഇത് ആക്ട് ചെയ്യുമ്പോൾ ആ സംഭവം ഈക്വിലിബ്രിയത്തിലാകണമെങ്കിൽ, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈക്വിലിബ്രിയത്തിലാകണമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഈ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഈ ഫോഴ്സ് എങ്ങനെയായിരിക്കും, 6 ന്യൂട്ടൺ 4 ന്യൂട്ടൺ പിന്നെ എങ്ങനെ വരാം, ഇതായിരിക്കും 10 ന്യൂട്ടൺ എന്ന് പറയുന്നത് അല്ലേ. 6 ന്യൂട്ടൺ 4 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ. ഇപ്പോൾ ഇതിലാണ് ഈക്വിലിബ്രിയത്തിലല്ലേ. അതുപോലെ ഈ ഫോഴ്സുകളൊക്കെ എന്താണ്, ഈ പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഇത് ഒറ്റ പാർട്ടിക്കിളായിട്ട് എടുക്കാം. ആ ഒറ്റ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഏതാണ് നമുക്ക് പറയാം, കൺകറന്റ് ആണല്ലോ. ഈ പറഞ്ഞ എല്ലാ ഫോഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ആ പാർട്ടിക്കിളൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഇൻ കോപ്ലാനാർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നുള്ളത് തെറ്റാണ്. അത് നമുക്ക് ഒരിക്കലും ഈ ഫോഴ്സുകൾ അങ്ങനെ എഴുതാൻ പറ്റൂല. ദെൻ നോൺ കോപ്ലാനാർ അല്ല, നോൺ കൺകറന്റ് അല്ല. പക്ഷെ നമുക്കിത് നോക്കുക, നിങ്ങൾ ബി ആൻഡ് സി ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു ഇവിടെ ബി എന്ന് പറയുന്നത് ഏതാ, ഇവിടെ ഇതാണ് ബി എന്ന് പറയുന്നത്, ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് സി എന്ന് പറയുന്നത്. ബിയും സിയും എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ, ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സിലബസിൽ പറഞ്ഞതുപോലെ തന്നെ 3 ആയിരുന്നു സിലബസിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പറഞ്ഞിട്ടുള്ളത്.
വന്നിട്ടുണ്ടായിരുന്നത് 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത്. ഓക്കെ, അടുത്ത നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നത് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സിവിലുകാരും മെക്കാരും പഠിക്കുന്നതാണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി മെറ്റീരിയൽ സയൻസിലോട്ട് വന്നാൽ നമ്മൾ കുറേയൊക്കെ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുകൾ, യൂണിറ്റ് സെല്ല് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ആസ് എ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്നാണ് ചോദിച്ചുള്ളത്. ഈ 4 ഏതാണ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്ലാസ്സിൽ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗം പറയുമ്പോൾ അവിടെ യൂണിറ്റ് സെല്ല് പറയുന്നുണ്ട്. എന്നിട്ട് 4 ടൈപ്സ് യൂണിറ്റ് സെല്ല് നമ്മൾ പറയുന്നതാണ് ഈ 4 ഓപ്ഷൻസുകൾ. അല്ല സോറി, 4 ഓപ്ഷൻസിൽ വരുമോ ഓരോന്ന്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, BCC ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, FCC ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, HCP എക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ 4ത്തിൻ്റെയും എക്സാമ്പിൾസുകൾ നമ്മൾ ക്ലാസ്സിൽ തന്ന് ബൈഹാർട്ട് ചെയ്തോ എന്ന് പറയാറുണ്ട്. ഓക്കെ, അത് പഠിച്ചുള്ള ആ ഒരു ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾസുകൾ തന്നെ പഠിച്ചവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് ചെയ്യാൻ പറ്റും. കാരണം ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. നമ്മൾ സോളിഡ്സ് എടുത്താൽ സോളിഡ്സിനെ നമ്മൾ 2 ആയിട്ടല്ല, സോളിഡ്സിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അടുത്തേതാ നോൺ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അമോർഫസ് സോളിഡ്സ് അല്ലേ? നോൺ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇഷ്ടിക അടുക്കി വെക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ ഒന്നിന് മേലെ ഒന്നിനപ്പുറമായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ അതാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇഷ്ടിക ഒന്നായിട്ട് കൊടുത്ത് കൂട്ടിയിടുകയാണെങ്കിലോ പലതും പല ടൈപ്പിലായിരിക്കും. അത് നമ്മൾ നോൺ ക്രിസ്റ്റലൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ കുറേ ഒരു സ്ട്രക്ചർ കറക്റ്റ് ഒരു സ്ട്രക്ചറിൽ അടുക്കി വെച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ അടുക്കി വെക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ബ്ലോക്കിനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ചുമര് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേറ്റവും ബേസിക് സ്ട്രക്ചറാണ് ഇഷ്ടിക അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഒരു സോളിഡ്സ് ആണെങ്കിൽ ആ സോളിഡ്സ് നമുക്കറിയാം കുറേ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ആ ആറ്റം മോളിക്യൂൾസ് ഒക്കെ ഒരു പ്രത്യേക ഷേപ്പിൽ ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് ഇങ്ങനെ റിപ്പീറ്റ് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് സ്ട്രക്ചർ നമ്മൾ പറയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സോളിഡ് എന്ന് പറയും. ഒരു സോളിഡിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ഏതെന്ന് പറയുന്നത്? യൂണിറ്റ് സെല്ല്. അപ്പോൾ അതായത് ഒരു ഇഷ്ടിക അങ്ങനെ കുറേ യൂണിറ്റ് സെല്ലുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? ഒരു സ്ട്രക്ചർ കിട്ടുന്നത് അല്ലേ? നമ്മൾ കുറേ ഇഷ്ടിക ഇങ്ങനെ അടുപ്പിച്ച് പല ഫോമിൽ വെക്കുമ്പോഴല്ലേ നമുക്ക് ഏത് കിട്ടുന്നത്? അവിടെ വാൾ കിട്ടുന്നത്. അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് സെല്ലിൽ ആ ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതനുസരിച്ച് ഓക്കെ ആ യൂണിറ്റ് സെല്ലിൽ നമ്മളെ ആറ്റംസ് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു, അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ ഏത് പറയുന്നത്? നമ്മൾ 4 ടൈപ്സുകൾ പറയുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, എക്സഗണൽ ക്ലോസ് പാക്ക്ഡ്. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂണിറ്റ് സെൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു സ്ക്വയർ പോലെയാണ്. ആ സ്ക്വയറിൻ്റെ എല്ലാ കോർണറുകളിലും മാത്രമായിരിക്കും നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുക. BCC എന്ന് പറഞ്ഞാലോ അതിൻ്റെ കൂടെ സെൻട്രലിലും കൂടെ ഉണ്ടാവും. FCC എന്ന് പറഞ്ഞാലോ അതിൻ്റെ കൂടെ ഓരോ ഫേസിലും കൂടെ ഉണ്ടാവും. പിന്നെ ഇതൊരു എക്സഗണലി ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ സിമ്പിൾ ക്യൂബിക്കിൽ വളരെ കുറഞ്ഞ സ്ട്രക്ചറുകളേ ഉള്ളൂ, അധികം ഒന്നുമില്ല. അതിലൊരാളാണ് ആര് എന്ന് പറയുന്നത്? പൊളോണിയം എന്ന് പറയുന്നത്. പൊളോണിയം നമ്മൾ ക്ലാസ്സിൽ തന്നെ പറയുന്നത്. പൊളോണിയം എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ സിമ്പിൾ ക്യൂബിക് ആയിട്ട് ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. വളരെ റയർ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഒന്നാണ് പൊളോണിയം നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ BCCക്ക് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും. നമുക്കിവിടെ ഇതിൽ എക്സാമ്പിൾസിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. നമ്മളതിൽ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ തന്നതിൽ തന്നെയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് പിന്നെ ഏതാ? മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം നമ്മൾ പറയുന്നത് HCP ആണ്. മഗ്നീഷ്യം നമ്മൾ പറയുന്നത് ഏതാണ്? HCP ആണ് മഗ്നീഷ്യം പറയുന്നത്. ഇത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ്. ടൈറ്റാനിയം 2 വരുന്നുണ്ട്. ടൈറ്റാനിയം നോർമൽ ടെമ്പറേച്ചറിൽ HCPയും അതുപോലെ ചില സ്ട്രക്ചർ 2 സ്ട്രക്ചർ ഉണ്ടാവും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ. ഹയർ ടെമ്പറേച്ചറിൽ BCC ആണ് വരുന്നത്. അലുമിനിയം എന്നൊക്കെ പറയുന്നത് നമ്മൾ FCCയിൽ വരുന്നതാണ്. അലുമിനിയം കോപ്പർ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള ഏതാ? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഏതാണ് വരിക? പൊളോണിയമാണ് വരുന്നത്. B ആണ് ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ കണ്ടോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ അല്ലാതെ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് ആ എക്സാമ്പിൾസുകൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ നമ്മൾ ആറ്റോമിക് ഡിസ്റ്റൻസുകൾ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ള കുറച്ച് ഡിഫക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ ഡിഫക്റ്റുകളൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് എന്ത് വരുന്നത്? മെറ്റീരിയൽ സയൻസിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അയേൺ കാർബൺ ഡയഗ്രമാണ്. അയേൺ കാർബൺ ഡയഗ്രമാണ് നമുക്ക് അടുത്തത് ആ ചാപ്റ്റർ
ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും നമ്മൾ മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഫെറസ് മെറ്റീരിയലും നോൺ ഫെറസ് മെറ്റീരിയൽസും അല്ലേ. എന്താണ് ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അയൺ മേജർ കമ്പൗണ്ട് അല്ലേ. അയൺ എന്ത് ചെയ്യുന്നത് മേജർ കമ്പൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ സെക്കൻഡ് മെയിൻ നമുക്കറിയാം അതിലെ മെയിൻ അലോയിങ് എലമെന്റ് എന്ന് പറയുന്ന ആരാ കാർബൺ ആണ്. അപ്പോൾ ഈ കാർബണിന്റെ പെർസെൻറ്റേജ് കുറയുന്നതിനും കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു ഡയഗ്രത്തിൽ നമ്മളത് കാണിക്കുകയാണ്. ഏത് അയണിൽ നമ്മൾ ഈ കാർബണിന്റെ പെർസെൻറ്റേജ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് പല പല ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത്, മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. അതാണ് നമ്മൾ അയൺ കാർബൺ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ അയൺ കാർബൺ ഡയഗ്രം പഠിക്കുമ്പോൾ നമ്മൾ ഫെറസ് മെറ്റീരിയൽ പഠിക്കുന്നുണ്ട്. ഈ ഫെറസ് മെറ്റീരിയൽ അല്ലെങ്കിൽ അയൺ കാർബൺ ഡയഗ്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന അയണിൻ്റെ കൂടെ നമ്മൾ ഈ കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് മാക്സിമം 1.8% കാർബൺ ആണ്. ഇനി കാസ്റ്റ് അയോണിലോട്ട് വരുമ്പോൾ നമുക്കറിയാം എത്രയാണ് 3 to 4 വരെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പല പെർസെൻറ്റേജും കാർബൺ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാർബൺ നമ്മൾ അയണിൽ ഇടുന്നതിനനുസരിച്ച് ആ പെർസെൻറ്റേജ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറേ പ്രോപ്പർട്ടിയുടെ വേരിയേഷൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 4 തന്നിട്ടുള്ളത്. ഹാർഡ്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ ഹാർഡ്നെസ് നല്ലോണം കൂടും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ മാക്സിമം 6% വരെ കാർബണൊക്കെ നമുക്ക് അയണിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറം ആഡ് ചെയ്താൽ ഹാർഡ്നെസ് വളരെ കൂടി നമുക്ക് ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്ര, അതായത് നമ്മൾ സിമെൻറ്റൈറ്റ് അല്ലേ നമ്മൾ എന്തെങ്കിലും ഫോം ചെയ്യും, കാർബൈഡുകൾ ഫോം ചെയ്യും. അപ്പോൾ അതെന്താണ് ഹാർഡ്നെസ് ഒരുപാട് കൂടും. അതുപോലെ തന്നെ നമ്മൾ ഏത് പറയുന്നത് സ്ട്രെങ്ത്ത്, പല അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും വരും. സ്ട്രെങ്ത്ത് ഏതാണ് ഇൻക്രീസ് ചെയ്യും, കാർബണിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞു ഈ ഹാർഡ്നെസ് കൂട്ടാൻ കാരണം എന്താ ഈ പുള്ളിയാണ് സിമെൻറ്റൈറ്റ് ആണ്. കാർബൈഡ് സിമെൻറ്റൈറ്റ് അല്ലേ, കാർബൈഡ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റൈറ്റ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ ആ പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഹാർഡ്നെസ്സും കൂടും. അപ്പോൾ ഹാർഡ്നെസ് കൂടുന്നുണ്ട് എന്ന് ഇവിടെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരും കൂടുന്നുണ്ട് അവിടെ സിമെൻറ്റൈറ്റ് കൂടുന്നതുകൊണ്ടാണ് ഹാർഡ്നെസ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ അതുപോലെ നമുക്ക് പറയാം ബ്രിട്ടിൽനെസ്സും എന്ത് ചെയ്യും ബ്രിട്ടിൽനെസ്സും ഇൻക്രീസ് ചെയ്യുക. എന്താണ് വരുന്നത് ബ്രിട്ടിൽനെസ്സും അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രിട്ടിൽനെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ബ്രിട്ടിൽനെസ് കൂടുന്നുണ്ടെങ്കിൽ ആര് കുറയും അവിടെ ഡക്റ്റിലിറ്റി ഡിഗ്രീസ് ചെയ്യും. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഡിഗ്രീസ്, ഏതാണ് കുറയുക വെൻ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻക്രീസസ്, ഏതാണ് ഇതല്ല ഹാർഡ്നെസ്സും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും സിമെൻറ്റൈറ്റ് ഒക്കെ കൂടുകയാണ് ചെയ്യുക, ഡക്റ്റിലിറ്റി ആണ് ഡിഗ്രീസ് ചെയ്യുക എപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഞാൻ പറയാം നമ്മൾ ആദ്യം നമ്മൾ ഫെറസ് മെറ്റീരിയൽ നോൺ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ പഠിക്കും, അതിൻ്റെ എക്സാമ്പിൾസുകളും കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ ഈ അയൺ കാർബൺ ഡയഗ്രം പഠിക്കും. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ആകുമ്പോഴും അതുപോലെ പല ടെമ്പറേച്ചറിലും എങ്ങനെയായിരിക്കും നമ്മുടെ സ്ട്രക്ചർ വരുന്നത്, അതുപോലെ ആ ചേഞ്ചിനൊക്കെ നമ്മൾ എന്താ യൂടെക്ടോയിഡ് റിയാക്ഷൻ, യൂടെക്റ്റിക് റിയാക്ഷൻ, പെരിറ്റോയിഡ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിയാക്ഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് മെറ്റീരിയൽ സയൻസിൽ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ ഞാൻ പറയും ഈ 5 ക്വസ്റ്റ്യൻ എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ അതുപോലെ ബൈഹാർട്ട് ചെയ്താൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്താൽ തന്നെ ആൻസർ. അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പോലെ കുറേ നമ്മൾ എക്സാമിന് ആലോചിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് പഠിച്ച് അതിൽ നിന്ന് കുറച്ച് റിവിഷനും ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യനും ചെയ്താൽ ഞാൻ പറയും ഒരു 5 ക്വസ്റ്റ്യൻ 5 മിനിറ്റ് പോലും വേണ്ട. ഓരോ ക്വസ്റ്റ്യനും ഒരു 10-30 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയല്ല. അത് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പാർട്ട് 2 കൂടെ എന്ത് ചെയ്യുക, ഇപ്പോൾ പാർട്ട് 1 കഴിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പാർട്ട് 2 കൂടെ ഒന്ന് 2 മാത്രമല്ല 2, 3, 4 ഒക്കെ അല്ലേ ഒക്കെ എന്ത് ചെയ്യുക ഒന്നും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്തൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ മെക്കാനിക്കൽ പഠിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കലാരും തന്നെ കുറേ പഠിച്ചു കഴിഞ്ഞ് ടച്ച് പോയവരുണ്ടാവും. സിവിലുകാർക്ക് മെക്കാനിക്കൽ ഫ്രഷ് ആയിട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ KAAയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ മെക്കാനിക്കൽ കെമിക്കൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ ബാച്ച് വെറും 5000 രൂപക്ക് സൈലം ടെക്നിക്കൽ ആരംഭിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കലായി നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും ഞാനുണ്ടാവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബാച്ച് KAA നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക ഇൻഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ബാക്കി ക്വസ്റ്റ്യൻസുകൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.